ശബരിമല യുവതി പ്രവേശനത്തിൽ ഏറ്റവും അധികം ത്യാഗം അനുഭവിച്ച നേതാവാണ് കെ സുരേന്ദ്രൻ. മറ്റ് ബി.ജെ.പി നേതാക്കൾ അണിയറയിൽ നിന്നപ്പോൾ ചങ്കൂറ്റത്തോടെ നിന്ന ബി.ജെ.പി നേതാവാണ് സുരേന്ദ്രൻ. നിലയ്ക്കലെത്തിയ സുരേന്ദ്രനെ എസ്.പി യതീഷ് ചന്ദ്ര ചുരുട്ടി ജയിലിലിട്ടതോടെ സംഗതി ചൂടുപിടിച്ചു. പിന്നെ സുരേന്ദ്രന് 22 ദിവസമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതോടെ സുരേന്ദ്രൻ ഒരു വികാരമായും വലിയ ത്യാഗിയായും മാറുകയും ചെയ്തു. അന്നേ തീരുമാനിച്ചതാണ് സുരേന്ദ്രനാണ് ലോക്സഭയിലെ വിജയ സാധ്യതയുള്ള വലിയ സ്ഥാനാർത്ഥിയെന്ന്. സുരേന്ദ്രന് ആദ്യം തിരുവനന്തപുരമാണ് കണ്ടുവച്ചത്. എന്നാൽ കുമ്മനം വന്നതോടെ തിരുവനന്തപുരവും, ശ്രീധരൻപിള്ള വന്നതോടെ പത്തനംതിട്ടയും, ടോംവടക്കൻ വന്നതോടെ ചാലക്കുടിയും കിട്ടില്ലെന്നായി. എന്നാൽ സുരേന്ദ്രൻ മോഹിച്ചിരുന്ന തൃശൂർ കൈക്കലാക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ സുരേന്ദ്രന് ഇപ്പോൾ സീറ്റില്ലെന്നാണ് അറിയുന്നത്. കെ സുരേന്ദ്രൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ മത്സരിച്ചേക്കുമെന്നാണ് സൂചന. തുഷാറിന്റെ സാന്നിധ്യത്തിൽ ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവരുന്നത്. പത്തനംതിട്ടയോ തൃശൂരോ കിട്ടിയില്ലെങ്കിൽ സുരേന്ദ്രൻ മത്സരിച്ചേക്കില്ലെന്നാണ് സൂചന. പത്തനംതിട്ടയിൽ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയുടെ പേരാണ് അന്തിമമായി ഇടം പിടിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അതേസമയം ബി.ഡി.ജെ.എസിന് നൽകിയിരിക്കുന്ന തൃശൂർ സീറ്റ് തിരികെ നൽകാനാകില്ലെന്ന് ബി.ഡി.ജെ.എസ് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ബി.ഡി.ജെ.എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിച്ചേക്കുമെന്നാണ് വാർത്തകളാണ് ഡൽഹിയിൽ നിന്നും വരുന്നത്. തുഷാർ മത്സരിച്ചില്ലെങ്കിലും സീറ്റ് വിട്ടു നൽകാനാവില്ലെന്നാണ് ബി.ഡി.ജെ.എസ് പറയുന്നത്. ഇതോടെ കെ സുരേന്ദ്രന്റെ കാര്യം പരങ്ങിലാവുകയാണ്. എറണാകുളത്തിന് പകരം ബി.ഡി.ജെ.എസിന് കോഴിക്കോട് നൽകാനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് വക്താവായിരുന്ന ടോം വടക്കൻ ബി.ജെ.പിയിൽ ചേർന്നതോടെ കേരളത്തിലെ പാർട്ടി സ്ഥാനാർത്ഥി പട്ടികയിൽ അടിമുടി മാറ്റത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത്. സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച സാധ്യതാ പട്ടികയിൽ മാറ്റം നിർദ്ദേശിച്ച് കേന്ദ്ര നേതൃത്വം രംഗത്ത് വന്നതായിട്ടാണ് റിപ്പോർട്ട്. ടോം വടക്കന്റെ പേരില്ലാതെയാണ് സംസ്ഥാന നേതൃത്വം പട്ടിക തയ്യാറാക്കിയത്. കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് ടോം വടക്കന് മികച്ച സീറ്റ് ലഭിക്കുന്ന രീതിയിൽ പട്ടിക മാറ്റാൻ നിർദ്ദേശിച്ചതായിട്ടാണ് ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം. ഇതിനാൽ കേരളത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വവുമായി നടന്ന ചർച്ചയിലും അന്തിമ രൂപമായില്ല. മത്സരിക്കാനില്ലെന്ന സൂചന തുഷാർ വെള്ളാപ്പള്ളി ഇന്നലെ നൽകിയെങ്കിലും ബി.ഡി.ജെ.എസ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ഇതിനോട് വിയോജിച്ചു. ബി.ജെ.പി കേന്ദ്ര നേതൃത്വവും തുഷാർ മത്സരിക്കണമെന്ന സമ്മർദ്ദം ചെലുത്തുകയാണ്. തുഷാറുമായി നടത്തുന്ന ചർച്ചകളിൽ അന്തിമ രൂപമായ ശേഷം വൈകിട്ട് പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന യോഗത്തിൽ പട്ടിക അവതരിപ്പിക്കും. ഇന്ന് രാത്രിയോടെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.